അങ്ങനെ വേഗം റീൽസ് എടുക്കട്ടോ. റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങാൻ പോയിരുന്നു. അപ്പോൾ റീൽസ് എടുക്കാനായിട്ട് ഒരുങ്ങണേൻ്റെയൊക്കെ വീഡിയോ ഇട്ടെടുക്കാമെന്ന് തന്നെ ഒരുങ്ങാനായിട്ട് കുറച്ച് മേക്കപ്പ് സാധനങ്ങളൊക്കെ അത്യാവശ്യമുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഷെയ്ക്ക് മറ്റേ 1 2 3 സ്റ്റാർട്ട് അതാണ് ചെയ്യുന്നത്. അവർക്ക് തന്നെ നമുക്ക് ഒരുങ്ങാണ്ട് അതിനോട് വീഡിയോ എടുത്തിട്ട് പിന്നെ നമുക്ക് ഒരുങ്ങിയിട്ടുള്ള വീഡിയോ എടുക്കട്ടോ. ഞാൻ 1 2 3 സ്റ്റാർട്ട് പറഞ്ഞിട്ടിരിക്കട്ടോ. നമുക്കിനി അത് മേക്കപ്പ് ചെയ്യണം. വലിയ മേക്കപ്പ് ഒന്നുമില്ല, ചെറിയ മേക്കപ്പ് ചെയ്ത് ഞങ്ങൾക്ക് വേഗം കഴിയും. ഞങ്ങൾക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യണം. ഫൗണ്ടേഷനാണ് വേഗം കഴിയണം മേക്കപ്പാണ്. ഇപ്പോൾ സൺസ്ക്രീനിൻ്റെ ഇടയിൽ പറ്റാൻ ഞാൻ മറന്നു. സൺസ്ക്രീൻ അപ്പോൾ വെയിലത്തൊന്നും പോകാത്ത കാരണം ഞാൻ സൺസ്ക്രീൻ ഇടാത്ത. പുറത്ത് പോവുകയാണെങ്കിൽ ഞാൻ സൺസ്ക്രീൻ ഇടും. ഇപ്പോൾ പുറത്തൊന്നും പോകാത്ത കാരണം വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഞാൻ സൺസ്ക്രീൻ ഒന്നും ഇടാറില്ല. കുറച്ച് കുട്ടിക്കൂരയുടെ പൗഡർ ഉണ്ട്. ഈ പൗഡർ ഇടാം. നമുക്ക് ഐലൈനർ ഇടാം കേട്ടോ. ഒരു വാലിങ്ങനെ പോയിട്ടുണ്ട്, കുഴപ്പമില്ലാന്ന് പോയി. ഞാനത് ഇങ്ങനെ ഐലൈനർ എഴുതിയാൽ എനിക്കൊരു വാലിങ്ങനെ വരും. കണ്ണ് ചെയ്തിട്ട് എനിക്ക് താഴത്തും കൂടി കണ്ണ് ചെയ്താം. താഴത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മറ്റേ ഇത് വെച്ച് നമുക്ക് ഉണ്ട്. ഇതിൻ്റെ കഴിയാറായിരുന്നു തോന്നുന്നുണ്ട് കാജലിൻ്റെ സാധനം.
ഞാൻ ഭയങ്കര ഡാർക്കായിട്ട് താഴെ ചെയ്ത് കൊടുക്കാറില്ല, ലൈറ്റായിട്ട് മാത്രം താഴെ ചെയ്ത് കൊടുക്കും കേട്ടോ. മേളിൽ നമ്മൾ അത്യാവശ്യം ഡാർക്കായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം എന്ന് വെച്ചാൽ താഴെ നമുക്കപ്പോൾ കുറച്ചങ്ങനെ ചെയ്തു. നമുക്കില്ലെങ്കിൽ സാരി കൊടുക്കണം കേട്ടോ. സാരി കൊടുത്തിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അടുത്ത മസ്കാര കേട്ടോ. മസ്കാര ഐലൈനർ എഴുതിയിട്ട് ശേഷം നമുക്ക് യൂസ് തന്നെ നല്ല. കാരണം വെച്ചാൽ കണ്ണിൻ്റെ മേലെല്ലാം നമ്മൾ ഐലൈനർ എഴുതുമ്പോൾ അതിൻ്റെ ആ ബ്ലാക്ക് ഉണ്ടാവും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ ആ സാധനം ഇങ്ങനെ മേലെ പോയി പോകും. അതിനുശേഷം നമുക്ക് ഹൈലൈറ്ററിൻ്റെ പോലത്തെ സാധനം ഉണ്ടാവും. ഹൈലൈറ്റർ നല്ല ഹൈ പെർഫ്യൂംസ് എന്ന് പറഞ്ഞിട്ടൊരു ഫൗണ്ടേഷൻ തന്നെ കേട്ടോ. ഫൗണ്ടേഷൻ്റെ വേറൊരു സാധനം ഫൗണ്ടേഷൻ പോലെ തന്നെയാണ്. ചെറിയൊരു ഫൗണ്ടേഷനാണ്. ക്രീമിൻ്റെ ഫൗണ്ടേഷനാണ്. ചെറുതായിട്ട് നമുക്ക് ഇങ്ങനെ ടച്ചപ്പ് ചെയ്ത് നോക്കും. ബ്ലഷ് നമുക്കിങ്ങനെ കയ്യിൽ ഇങ്ങനെ എടുത്ത് വെക്കട്ടെ. കാരണം വെച്ചാൽ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ബ്ലഷ് നമുക്ക് അതിനകത്ത് വരുന്നില്ല. അപ്പോൾ ബ്ലഷ് നമുക്ക് ആ സമയത്ത് നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബ്ലഷ് തന്നെ കയ്യിൽ നമുക്ക് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടെ. വേണമെങ്കിൽ തൈ കൊടുത്തിട്ട് നമുക്കിങ്ങനെ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ എൻ്റെ കണ്ണ് വരും. ഇങ്ങനെ അത് കിട്ടുന്ന സമയം കണ്ണിൻ്റെ അവിടെ ഇതുപോലെ ഇങ്ങനെ തട്ടാനൊന്നും പാടില്ല. കണ്ണിൻ്റെ അവിടെ തട്ടിക്കഴിഞ്ഞ് ഇതുപോലെ ഇങ്ങനെ പരക്കും. പെട്ടെന്ന് ഇങ്ങനെ കരിപ്പുരണ്ട ചെയ്യുന്നത് കൂടി. ജസ്റ്റ് ഇവിടെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ സാധനം ഇട്ട് കൊടുക്കട്ടോ. ഞാൻ കണ്ണിലൊന്നും ഇട്ടിട്ടില്ല. കണ്ണിൽ ഐലാഷ് സാധനങ്ങളൊന്നും ഇടാറില്ല. ഇതിട്ട് കൊടുക്കട്ടോ. ഇതാകുമ്പോൾ കളറുണ്ടാവും. കരി പുരളാണ്ട് നോക്കണം. ഇപ്പോൾ ഐലാഷ് ഇടുമ്പോൾ നേരത്തെ ഐലാഷ് ഇടുന്നത് നല്ലത്. എന്നുവെച്ചാൽ കണ്ണ് പരക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഒന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇത് വെച്ചിട്ടൊക്കെ കേട്ടോ. ലിപ്സ്റ്റിക്ക് വെച്ചിട്ടില്ലെങ്കിൽ ബ്ലഷ് നല്ല കളർ കിട്ടുന്ന ബ്ലഷ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കണ്ണിൻ്റെ മേലിൽ ഇട്ട് കൊടുക്കട്ടോ.
ഇടയിൽ എനിക്ക് കരി എടുക്കുന്നത് ഇങ്ങനെ വരുന്നുണ്ട്. കട്ടിട്ട് ശരിയില്ലേ? അത്യാവശ്യമൊക്കെ നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് കഴിയും. വെറുതെ ഇങ്ങനെ നമുക്കിങ്ങനെ വെറുതെ ഇങ്ങനെ കട്ടാൽ മതി. ബ്ലഷ് നമുക്ക് വെറുതെ ഒന്ന് കയ്യിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടെ. ബ്ലഷ് നമുക്ക് അതിൽ ബ്ലഷസ് എന്ന് പറയുമ്പോൾ ബ്ലഷ് നമുക്ക് ആ സമയത്ത് ചീക്കിലിടാനായിട്ട് ബ്ലഷ് വേണം. എന്ന് വെച്ചാൽ നമുക്ക് ബ്ലഷ് കയ്യിലെടുത്തിടാം. അടുത്ത് നമുക്ക് പൊട്ട് വേണമല്ലോ. പൊട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യും. നല്ല കളറുള്ള ലിപ്സ്റ്റിക് തന്നെ ഇട്ടാ എന്നിട്ട് അത്യാവശ്യം കളറുള്ള ഉള്ളൂ. വേറെ ഇല്ല. ഈ ഒരു ലിപ്സ്റ്റിക്ക് ഈ ക്യാമറയിലായി തന്നിട്ട് ഇങ്ങനെ വന്നത്. പക്ഷേ നല്ല കളറുള്ള ലിപ്സ്റ്റിക്കാണ്. അടുത്ത നമുക്ക് ലിപ് ഗ്ലോസ് ആണ് കേട്ടോ. ലിപ് ഗ്ലോസ് ഞാൻ എടുത്തിട്ട് വരാം. ലിപ് ഗ്ലോസ് ഇട്ടോ കേട്ടോ. ഇതിട്ട് കൊടുക്കുമ്പോൾ ഒരു ഫിനിഷിങ് ഉണ്ടാവും. ഒരാശ്വാസം. ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് കേട്ടത്. അത്ര 115 രൂപയാണ്. ഒരു 6 ഉണ്ട് കേട്ടോ ലിപ് ഗ്ലോസ് കേട്ടോ. ഇതുപോലത്തെ കളറായിട്ട് ഒരു 3-4 ഉണ്ട്. 115 രൂപയാണ്. മീഷോന്ന് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അടുത്തത് നമുക്ക് നോക്കട്ടെ. അത് പൊട്ടിട്ടിട്ടുണ്ട്. നമ്മൾ സാധാരണ പൊട്ടന്നെ ഇട്ടേക്കണം. ഇവിടെ എല്ലാം എൻ്റെ എല്ലാം തീർന്നിരിക്കും. ഇപ്പം നമുക്ക് അടുത്തത് നോക്കട്ടോ. എനിക്ക് സാരി എടുക്കാം. സാരി എടുത്തിട്ടില്ല. സാരി എടുത്തിട്ട് അടുത്തത് ഇപ്പം ഞാൻ ഒരുങ്ങിയിട്ടുണ്ടല്ലോ. ലാസ്റ്റ് സാരി ഇതുണ്ടോ. എൻ്റെ എല്ലാ ഇതിലും ഷോർട്സിൽ ഇത് തന്നെ ഇട്ടാണ്. എല്ലാ റീൽസിലും എനിക്ക് ഈ ഒരു ബ്ലൗസാണ്. എനിക്ക് ആകെപ്പാട് ഒരു സാരി ഉള്ളൂ. എന്നുവെച്ചാൽ ഇത് നമ്മുടെ ചേട്ടൻ്റെ നമ്മുടെ സാരി കേട്ടോ. എനിക്ക് ആകെപ്പാട് ഒരു സാരി ഉള്ളൂ. അപ്പോൾ ആ ഒരു സാരിയുടെ ബ്ലൗസാണ്. ഇതെല്ലാത്തിനും ഇങ്ങനെ ചേർന്നുകൊണ്ട് ഞാൻ ഈ ബ്ലൗസ് എല്ലാത്തിനും വരും. പക്ഷേ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ എല്ലാത്തിനും ഇത് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ബ്ലൗസ് തന്നെ എല്ലാത്തിനും ഇടാൻ പറ്റും. പിന്നെ അടുത്തത് കമ്മൽ ഞാനിപ്പോൾ ഇടില്ല. കമ്മൽ നമുക്ക് ഞാൻ ഇയറിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മറ്റേ ഭാഗം വരും. അപ്പോൾ ഇടും. ഇപ്പം വെച്ചാൽ കമ്മൽ മുറില്ല. ആ സമയത്ത് നോസ് റിങ് നമുക്ക് വേറെ ഇല്ല. നോസ് റിങ് ഇതൊക്കെ തന്നെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യും. പുട്ട് എന്തെങ്കിലും ഉണ്ടാവില്ല. ആദ്യത്തെ പുട്ട് എന്ന് വെച്ചാൽ മറ്റേ റൗണ്ട് പൊട്ടേരാ. ആ പുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇട്ടിട്ട് വേറെ എന്തൊക്കെയോ പോലിരിക്കണം. അപ്പോൾ ഞാനത് തുറച്ചിട്ട് ഒരു പൊട്ട് വേറെ ഇതുപോലത്തെ അവിടെ ഒരെണ്ണം ഇരിക്കാണ്ടേ ആകപ്പാടുണ്ട് ഒരു പൊട്ട. അതെടുത്ത് വേഗം പോയി എടുത്തിട്ട് മുടിയൊക്കെ റെഡി ആയിട്ട് പോകും. അടുത്ത വീഡിയോ പോവാം. നമ്മുടെ അടുത്ത വീഡിയോ പോകുമ്പോൾ ബൈക്ക് അടുത്ത വീഡിയോ നമുക്ക് കാണുന്നതാണ് എന്താണെന്നുള്ളത്. Okay, 1, 2, 3, start. The already start. Healing my eyes. The OG gangster. I love to the passion, to viral sensations, representing nation. Wanna create hazard. It is very simple that it is this. I wish to the summer freaky baby Billy. I wish to the diamond to the party carpet, to the birthday happen. I like it to the nose print earring. I like it bling. I like the blush on your lipstick pink. I'm a jigger, a shiny jigger, a jump up to slow me to that king. जादू बनता है तुझे स्वैग ओजी हाय तुझे तो ഇത്ര ഇന്നത്തെ വീഡിയോ. ഞാൻ അടുത്ത വീഡിയോ പിന്നീട്. അപ്പോൾ ഇത്ര ഉള്ളൂ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇതൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. അപ്പോൾ കുറച്ച് പേരൊക്കെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.